അപ്പോൾ നമുക്ക് തന്നെ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചും തക്കാളിയും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒഴിച്ചേറി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തക്കാളി കൊഞ്ചും കൊണ്ട് നല്ല അടിപൊളി ഒരു ഒഴിച്ചേറിയാണ്. വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി. ഇത് ചെയ്ത് നമുക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് കണ്ടാലോ? അതിന് എന്നും പറഞ്ഞാൽ കൂട്ടാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാണാം. കടായി വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കഴുകി ഫ്രഷാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കുക. നമ്മൾ വാലും തലയെല്ലാം കളഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞാൽ അതിട്ട് കൊടുക്കുക. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഒന്ന് റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പേസ്റ്റ് ആക്കണം. നമുക്ക് ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കൊഞ്ച് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പേസ്റ്റ് ആക്കിയുണ്ടല്ലോ തക്കാളി പേസ്റ്റ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിപ്പോയി. കാരണം നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ തക്കാളി പേസ്റ്റ് ആക്കി അതിനകത്ത് ഇച്ചിരി വെള്ളം നമ്മളിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ തിരിക്കത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എണ്ണം വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. 3 പച്ചമുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടായ മാത്രം മതി. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു താളിപ്പ് റെഡിയാക്കണം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഉലുവായിട്ടൊന്ന് പൊടിക്കുക, കുറച്ച് കടുക്, കുറച്ച് ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് തന്നെ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചും തക്കാളിയും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒഴിച്ചേറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂട്ടുകാരെ ഇതെനിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നല്ല വീഡിയോ